ആദ്യം എന്റെ മോനെ കണ്ടു, ഇപ്പോ മരുമകളെയും. മോളെങ്ങനെ എവിടെ എത്തിയത്? എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ആന്റി ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഒരു വഴിക്ക് ഞാൻ അറിഞ്ഞു. പിന്നൊരു അന്വേഷണമായിരുന്നു. കാരുണ്യ അനാഥാലയത്തിൽ ഉൾപ്പെടെ ഞാൻ പോയി. കാരുണ്യയിൽ ആന്റി വന്ന ദിവസം ഞാനും അവിടെ ചെന്നിരുന്നു. പരസ്പരം കണ്ടെങ്കിൽ പോലും അന്ന് എനിക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ആന്റി ഇവിടെ ഉണ്ടെന്ന് ജോത്സ്യർ ഒരാളോട് പറയുന്നത് കേട്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. എന്താ മോളുടെ പേര്? നിധിന്ന്. നിധി ഗൗതം അല്ലേ? നല്ല പേര്. ചോദിക്കുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആന്റിക്കിപ്പോ എന്താ സംഭവിച്ചത്? ചോരക്കുഞ്ഞായിരുന്നപ്പോ ഗൗതമിനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോകുന്നതല്ലേ? അന്നില്ലാത്ത സ്നേഹം ഇപ്പൊ എവിടുന്നുണ്ടായി? ഇത്രയും കാലം സ്നേഹമില്ലായിരുന്നു എന്ന് മോളോട് ആരാ പറഞ്ഞത്? അത് പ്രകടിപ്പിക്കാൻ എനിക്ക് മാർഗമില്ലായിരുന്നു എന്നേ ഉള്ളൂ. പുറത്ത് കാണിക്കാൻ പറ്റാത്ത സ്നേഹം ഉള്ളിൽ കിടന്ന് ഓരോ നിമിഷവും വളരുകയുള്ളൂ. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാകുകയോ കാണാതിരുന്നു കരുതി കെട്ടുപോവുകയോ ചെയ്യില്ല മോളെ. ഇപ്പോ എന്റെ മോനോടുള്ള സ്നേഹം ഉള്ളിൽ വിങ്ങിപ്പൊട്ടുക. ഇനി എത്ര നാളുണ്ടെന്ന് പോലും അറിയാത്ത എനിക്ക് ഞാൻ ജന്മം നൽകിയ എന്റെ മോനെ ഒന്ന് കാണണമെന്ന് തോന്നുന്നത് തെറ്റാണോ? ഒരമ്മയ്ക്ക് അവളുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹം മുഴുവൻ ഇനി കുറച്ചു നാൾ കൊണ്ടെങ്കിലും എനിക്ക് കൊടുക്കണം മോളെ. ഒരാൾക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ അവനോട് ചെയ്തത്. എങ്കിലും അവന്റെ മുമ്പിൽ നിന്ന് ഒന്ന് കരഞ്ഞ് ഉള്ളാലും മാപ്പിരക്കണം എനിക്ക്. അതിനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ മോളെ? എന്തിനിപ്പോ തിരിച്ചു വന്നു എന്ന് ചോദിക്കരുത്. ആന്റി പറയുന്നതൊക്കെ നേരാ. പക്ഷെ ഇത്രയും ദിവസം ഞാൻ ആന്റി അന്വേഷിച്ച് അലഞ്ഞു നടന്നതും ആരും അറിയാതെ കണ്ടെത്തി ഇവിടേക്ക് വന്നതും ഒറ്റ കാര്യം പറയാൻ വേണ്ടിട്ടാ. ദയവേത് ആന്റി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കയറരുത്. ഞാൻ എന്റെ പെറ്റമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിനോടൊപ്പം ചിലപ്പോഴൊക്കെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നത് പാർവതി അമ്മയാണ്. ആ അമ്മയെ സങ്കടപ്പെടുത്തുന്നതൊന്നും നടക്കാൻ ഞാൻ അനുവദിക്കില്ല ആന്റി. ആന്റി ഇപ്പൊ ഗൗതമിൽ അവകാശം ഉന്നയിച്ച് ആ വീട്ടിലേക്ക് വന്ന് കയറിയ പാറു അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? അതുമാത്രമല്ല, ചിലപ്പോ ജീവൻ വരെ ഇല്ലാതാക്കി കളയും ആ പാവം. പിന്നെ മറ്റൊരു കാര്യം, പെറ്റമ്മയെന്ന് കരുതിയിരുന്ന ആളിന്റെ സ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാൾ വന്ന് ഞാനാണ് യഥാർത്ഥ അമ്മയെന്ന് പറഞ്ഞ ഗൗതവും അത് താങ്ങില്ല. വേണ്ട ആന്റി, ആരെയും സങ്കടപ്പെടുത്തണ്ട. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ചു പോണം.